തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ മുടങ്ങും. ഉപകരണങ്ങൾ എത്തിക്കാതെ ശസ്ത്രക്രിയ നടക്കില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് സന്ദേശം നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലാണ് ഇപ്പോൾ ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്തിന് വിവരങ്ങൾ നൽകാനുണ്ട്. പ്രതീഷ്, ഉപകരണങ്ങൾ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു അസാധാരണമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ. എന്താണ് ഈ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇടവരുത്തിയ സാഹചര്യം? ഡോക്ടേഴ്സ് പ്രതിഷേധത്തിലാണോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? GK, ശ്രീചിത്രയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കാതെ വന്നതോടുകൂടി നിലവിൽ ആശങ്കയിലായിരിക്കുന്നത് രോഗികളാണ്. കാരണം മാസങ്ങളായി ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്ന രോഗികളുണ്ട്. ഈ തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതോടുകൂടിയാണ് ഈ രോഗികൾ കൂടുതലും ആശങ്കയിലായത്. ഉപകരണങ്ങൾ എത്തിക്കാതെ ശസ്ത്രക്രിയ നടക്കില്ല എന്നുള്ള നിലപാടിലാണ് ഡോക്ടർമാർ ഉള്ളത്. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. ഇവിടെ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ പിന്നീട് നടത്തുമെന്ന അറിയിപ്പാണ് നിലവിൽ തീയതി നൽകിയിരിക്കുന്ന രോഗികളെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഈ നേരത്തെ തന്നെ ഡേറ്റ് നൽകിയ രോഗികൾക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ശ്രീചിത്രയും കൃത്യമായൊരു വിശദീകരണം നൽകുന്നില്ല. കാരണം ഈ ജെം പോർട്ടൽ വഴിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ജെം പോർട്ടൽ വഴിയാണ് സാധാരണ ഈ ശ്രീചിത്രയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നുകളും പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിലേറെയും വിദേശ നിർമ്മിതമാണ്. ഈ വിദേശ നിർമ്മിത ഉപകരണങ്ങൾ ജെം പോർട്ടൽ വഴി വാങ്ങില്ല. കാരണം ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ് ജെം പോർട്ടൽ. അതുകൊണ്ട് വിദേശ നിർമ്മിത ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ടെൻഡർ കമ്പനികളെ ക്ഷണിച്ച് അവരുമായി ചർച്ച നടത്തിയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2023 നിരക്ക് പ്രകാരം ഈ സാധനങ്ങൾ നൽകാൻ കഴിയില്ലെന്ന നിലപാട് കമ്പനികൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ 2023 ശേഷം കമ്പനി വഴിയുള്ള ഈ പർച്ചേസ് നടക്കുന്നില്ല എന്നതാണ് പ്രധാനമായും അറിയിച്ചിരിക്കുന്ന കാര്യം. അതാണ് നിലവിൽ ഈ ഒരു പ്രതിസന്ധിക്ക് പിന്നിൽ. ഇനി തിങ്കളാഴ്ചയാണ് ശസ്ത്രക്രിയകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നും നാളെയും അവധി ദിവസമാണ്. ഒരു അടിയന്തര സാഹചര്യത്തിൽ പോലും ഈ പർച്ചേസ് നടക്കുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ പിന്നീട് നടത്തുമെന്ന വിവരം രോഗികൾക്ക് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ശ്രീചിത്രയെ സംബന്ധിച്ച് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരു ആശ്രയമായി രോഗികൾ ഓടിയെത്തുന്ന ഇടം കൂടിയാണ് ശ്രീചിത്ര ആശുപത്രി. അത്രയും ഗുരുതരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ കേസുകളാണ് പലപ്പോഴും അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം നിലനിൽക്കുന്നത്. ഇതാണ് ഡോക്ടർമാരും തുടർച്ചയായി പറയുന്ന കാര്യം. ഇതിന് പരിഹാരം കാണാൻ കഴിയുമോ? ആരെയാണ് ഡോക്ടർമാർ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്? ഇതിന് പരിഹാരത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? GK, പ്രധാനമായും ഈ ഡയറക്ടറെ ഇക്കാര്യം രേഖാമൂലം തന്നെ ശ്രീചിത്രയിലെ ശ്രീചിത്ര ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കാരണങ്ങൾ ഉപകരണങ്ങളുടെ ലഭ്യത എത്രയും വേഗം ഉറപ്പാക്കണമെന്നതാണ് ഡയറക്ടർക്ക് രേഖാമൂലം തന്നെ ഡോക്ടർമാർ നൽകിയിരിക്കുന്ന കാര്യം. പക്ഷേ അപ്പോഴും ഇത് എന്നത്തേക്ക് പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായൊരു വ്യക്തത ആശുപത്രി അധികൃതർ നൽകുന്നില്ല. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ ശ്രീചിത്ര ആശുപത്രിയിൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ഡോക്ടർമാർ ഇക്കാര്യം ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റുക എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കാത്ത സാഹചര്യം ആണ് കൂടുതൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശസ്ത്രക്രിയ കാത്തുകിടക്കുന്ന രോഗികളുണ്ട്. അവരുടെ അവസ്ഥ ദയനീയമായി മാറിയിരിക്കുന്നു. ആ ആശങ്കയിൽ കഴിയുകയാണ് ഇപ്പോൾ രോഗികൾ. ഏതായാലും പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.